എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഈസി ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോയിലെയും പോലെ തന്നെ ഈ വീഡിയോയിലും നമ്മൾക്ക് എങ്ങനെ സിമ്പിൾ മലയാളം സെൻറ്റൻസസുകൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം, അതെങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാൻ പോകുന്നത് ഒരു കാറ്റഗറി എടുത്തിട്ടാണ് നോക്കുന്നത് കേട്ടോ. അതായത് ഫീൽ മീൻസ് നമുക്ക് സ്വയം തോന്നുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം ഈ ഫീലുമായിട്ട് റിലേറ്റ് ചെയ്ത സെൻറ്റൻസസും അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോസിൽ സെൻറ്റൻസ് നോക്കാൻ പോകുന്നതും ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും. സെൻറ്റൻസ് എനിക്ക് അരിശം തോന്നുന്നു അല്ലെങ്കിൽ അരിശം വരുന്നു ഒരു സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഫീൽ ആംഗ്രി. സോ എനിക്ക് വിശക്കുന്നു, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഫീൽ ഹംഗ്രി. എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു അല്ലെങ്കിൽ സഹതാപം തോന്നുന്നു, എങ്ങനെ പറയും? ഐ ഫീൽ പിറ്റി. അയാൾക്ക് ക്ഷീണം തോന്നുന്നു, അയാളെ കണ്ടിട്ട് അയാൾക്ക് ക്ഷീണം തോന്നുന്നു, അപ്പം എങ്ങനെ പറയും? ഹി ഫീൽസ് ടയേർഡ്. എനിക്ക് തല കറങ്ങുന്നു അല്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നതായിട്ട് തോന്നുന്നു. ഐ ഫീൽ ഫെയിൻറ്റ്. ഐ ഫീൽ ഫെയിൻറ്റ്. നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് ഉപയോഗിക്കണം, പിന്നെ നൗണ്, പിന്നെ വെർബ്, ആ രീതിയിലാണ് വരിക കേട്ടോ. ഡു യു ഫീൽ പെയിൻ? എനിക്ക് ആകെ ഒരു ഏകാന്തതയാണ്, അതായത് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ്, അതെങ്ങനെ പറയും? ഐ ഫീൽ ലോൺലിനെസ്. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതെങ്ങനെ പറയും? ഐ ഫീൽ ബീങ് സെപ്പറേറ്റഡ്. സോ ഫീൽ ലൈക്ക് പ്ലസ് ING, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ പറയണം, ഫീൽ ലൈക്ക് പ്ലസ് ING, വെർബിൻ്റെ കൂടെ ING കൂടി ഉപയോഗിക്കാം. ആ രീതിയിലുള്ള കുറച്ച് സെൻറ്റൻസ് നമുക്ക് നോക്കാം. എനിക്കൊരു പടം കാണാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് സീയിങ് എ ഫിലിം. എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് സിംഗിങ് എ സോങ്. അവളുടെ ചുരിദാർ കണ്ടിട്ട് എനിക്ക് അതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, അതൊരു ആഗ്രഹമാണ്, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അവളുടെ ചുരിദാർ കണ്ടിട്ട് എനിക്ക് അതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് നമ്മളെങ്ങനെ പറയും? സീയിങ് ഹർ ചുരിദാർ ഐ ഫീൽ ലൈക്ക് ബൈയിങ് വൺ ലൈക്ക് ദാറ്റ്. സീയിങ് ഹർ ചുരിദാർ ഐ ഫീൽ ലൈക്ക് ബൈയിങ് വൺ ലൈക്ക് ദാറ്റ്. താങ്കൾക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡു യു ഫീൽ ലൈക്ക് സിറ്റിംഗ് എനിവെയർ? ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറയുമ്പോൾ ING ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കിയാലോ. എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ആൻ ഐസ്ക്രീം. ഫീൽ ലൈക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ING ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടോ, തോന്നുന്നുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ടെങ്കിലോ, ഡു യു ഫീൽ ലൈക്ക് ആൻ ഐസ്ക്രീം? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഇങ്ങനെ പറയും? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എനിത്തിങ്. എന്താണ് കഴിക്കാൻ തോന്നുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എങ്ങനെ ചോദിക്കും? വാട്ട് യു ഫീൽ ലൈക്ക്? എക്സാമ്പിൾസോടുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫീല് പിന്നെ അല്ലെങ്കിൽ ഫീൽ ലൈക്ക് എന്നുള്ള എക്സ്പ്രഷൻസൊക്കെ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, ഇന്നത് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്